വെൽക്കം ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ഹോട്ട് മിൽക്ക് സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി നോക്കിയാലോ. ഇത് ഷെർമീസ് പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. നല്ല സൂപ്പർ റെസിപ്പിയാണ്, എല്ലാം നല്ല നോഫെയിൽ റെസിപ്പിയാണ്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. തിളച്ച് വരേണ്ട ആവശ്യമില്ല. ആ ബബിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ ബേക്കിംഗ് പൗഡർ ഒക്കെ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. എന്നാൽ മാത്രമാണ് കേക്ക് ഒരേപോലെ പൊങ്ങി ഈവൻ ആയിട്ട് റൈസായിട്ട് വരുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാം. ഞാനിവിടെ 1 പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. മുട്ടയെന്നല്ല, ഏതൊരു ഇൻഗ്രീഡിയൻറ്റ്, മൈദ ആയിക്കോട്ടെ ബട്ടർ ആയിക്കോട്ടെ, എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി ഇതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് 3 ബാച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മെൽറ്റായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സർ ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോഴും ലോ സ്പീഡിലിട്ടിട്ട് വേണം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഹൈ സ്പീഡിലിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മൈദ അതായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. നമ്മൾ സാധാരണ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് അത് കൂട്ടി വരിക നമ്മൾ ചെയ്യാറ് സ്പീഡ്. പക്ഷെ ഇതിൽ അങ്ങനെ ചെയ്യണ്ട. ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇതൊരിക്കലും ഓവർ ബീറ്റ് ആവരുത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം പാലിൻ്റെ ചൂട് ആറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, തിളച്ചു പോകരുത്. കാരണം നമ്മൾ ആ ചെറു ചൂടോട് കൂടി തന്നെ ഒഴിക്കുകയാണ്. ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബാറ്റർ പെട്ടെന്നൊന്ന് വെന്ത് പോകും. അപ്പോൾ ആ ഒരു ബാറ്ററിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അതിനകത്ത് കട്ട പോലെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ആ ചെറു ചൂടോട് കൂടിയ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സ്പാറ്റില വെച്ചിട്ട് സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാർച്ച്മെന്റ് പേപ്പർ വിരിച്ച് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഏത് വലുപ്പത്തിലുള്ള ടിന്നെടുത്താലും പകുതി മാത്രം ബാറ്റർ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കണം എപ്പോഴും കേക്കിൽ. അപ്പോൾ അത് റൈസായി വരും, അതായത് പൊങ്ങി വരും. അപ്പോൾ അതിന് സ്പേസ് വേണം പൊങ്ങി വരാനായിട്ട്. അപ്പോൾ നമ്മൾ 3/4 ഭാഗത്തിന് മീതൊക്കെ നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ ആവും. ഇത് പ്രത്യേകിച്ച് നന്നായിട്ട് പൊങ്ങി വരുന്ന കേക്കാണ്. അപ്പോൾ ഞാൻ പകുതി ഭാഗം മാത്രം നിറച്ചിട്ടുള്ളൂ. ഇനി ഇത് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു പ്രീ ഹീറ്റഡ് അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂവർ കുത്തി നോക്കിയിട്ട് അത് ക്ലീനായി വരുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി റെഡിയായി വന്നിട്ടുണ്ട്.
നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ടോപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആ ഒരു പാകം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ നോക്കി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആണെന്ന്. തൊടുമ്പോൾ തന്നെ കുഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ മിൽക്കിൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.